വരുന്ന ഒക്ടോബർ 25 കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ടീമുകൾ പങ്കെടുക്കുന്ന സൂപ്പർ കപ്പിന് ആരംഭം കുറിക്കുവാനായി പോവുകയാണ്. സൂപ്പർ കപ്പിന്റെ ഈ ഒരു പുതിയ എഡിഷനിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പുതിയ ഫോർമാറ്റാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. പുതിയ ചില നിയമങ്ങളും കടന്നു വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുറി ഡയറക്റ്റ് സെമി ഫൈനലാണ്. ഗ്രൂപ്പ് ചാമ്പ്യന്മാർക്ക് 4 ഗ്രൂപ്പാണ് ഉള്ളത്. ആ 4 ഗ്രൂപ്പിൽ നിന്നും ചാമ്പ്യന്മാരാകുന്ന 4 ക്ലബ്ബുകൾക്ക് ഡയറക്റ്റ് സെമി ഫൈനൽ എന്ന ഓപ്പർച്യൂണിറ്റിയാണ് ലഭിക്കുന്നത്. അതിൽ നിന്നും ഫൈനലിൽ എത്തുന്ന ക്ലബ്ബ് ജയിക്കുക എന്ന ടീമിന് ACL സെക്കൻഡ് ടയർ സ്പോട്ടും ലഭിക്കുന്ന ഒരു പുതിയ സാഹചര്യമാണ് നിലവിൽ ഈ ഒരു സൂപ്പർ കപ്പിൽ ഉള്ളത്. പുരാത്തതിന് വിദേശ താരങ്ങളുടെ ലൈനപ്പിലെ പരിമിതിയെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചാനലിൽ തന്നെ നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ വരുന്ന സീസണിന് മുൻപായിട്ടുള്ള തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, വരുന്ന സീസണിന് മുൻപായിട്ട് തനിക്ക് മാച്ച് ഫിറ്റ്നസ്, അതായത് എല്ലാ മത്സരത്തിലും ഫിറ്റായിട്ട് തന്നെ കളിക്കുവാനായിട്ട് സാധിക്കണം. അതായത് ഈ ഒരു സീസണിൽ ഒരു ഇഞ്ചുറി പോലും പറ്റാതെ ടീമിനോടൊപ്പം തന്നെ എപ്പോഴും തുടർന്ന് നല്ല ഫിറ്റായിട്ട് തന്നെ തുടരുക എന്ന് തന്നെയാണ് തൻ്റെ മെയിൻ ലക്ഷ്യമെന്നും, പോരാത്തതിന് തൻ്റെ ക്ലബിന് വേണ്ടി മാക്സിമം എഫേർട്ട് ഇട്ട് ഗോളുകളും അസിസ്റ്റുകളും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നൊരു കാര്യവും അദ്ദേഹം ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. പോരാത്തതിന് ഇദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടി ഇദ്ദേഹം ഈ ഒരു ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, തുടർച്ചയായ അഡ്രിയാൻ ലൂണയുടെ 5ാമത്തെ ഇന്ത്യൻ ഫുട്ബോൾ സീസണാണ് ഈ വരുവാനായിട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തിയിട്ട് നിലവിൽ 5 വർഷങ്ങളോളം പിന്നിട്ട് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. സോ അത് മാത്രമല്ല, ഈ ഒരു 5 വർഷത്തിനിടയിൽ വളരെ മികച്ച പ്രകടനം തന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്കുകയും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു റെക്കോർഡ് ഹോൾഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേരിലുള്ള പല റെക്കോർഡുകളും നിലവിൽ ഓൺ ചെയ്യുന്നത് അഡ്രിയാൻ ലൂണയാണ്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവ് ആണ് എന്നും, പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നൽകുന്ന സ്നേഹത്തെക്കുറിച്ച്, അതായത് വലിയൊരു സപ്പോർട്ടാണ്, വളരെയധികം വിലമതിക്കാനാവാത്ത ഒരു സപ്പോർട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നൽകുന്നതെന്നും അഡ്രിയാൻ ലൂണ നിലവിൽ ഈ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ 4 സീസണിലും തനിക്ക് ഇത് ലഭിച്ചിട്ടുണ്ട് എന്നും, കഴിഞ്ഞുപോയ 4 സീസണിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു സപ്പോർട്ട് ആരാധകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. താൻ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിലെ കേരള ബ്ലാസ്റ്റേഴ്സും ഒപ്പമായിട്ടുള്ള ഈ ഒരു 4 വർഷവും വളരെയധികം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ചിട്ടുണ്ട് എന്നും, വരുവാനായിട്ട് പോകുന്ന സീസണിലും അത് തുടരുമെന്ന ഉറപ്പിലാണ് അദ്ദേഹം ഉള്ളതെന്ന കാര്യത്തിലൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അഡ്രിയാൻ ലൂണയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ISL സീസണിന്റെ അവസാനം കേരള ബ്ലാസ്റ്റേഴ്സിൽ നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞു പോയ ഒരു ISL സീസൺ അദ്ദേഹത്തിന് ഒരു തന്റെ മികച്ച ഫോമിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും തന്റെ ആ ഒരു പഴയ ലെവലിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പരിക്കിന് ശേഷമായിരുന്നു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസണിൽ ഒരു റീ എൻട്രി ബ്ലാസ്റ്റേഴ്സിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സാഹചര്യത്തിൽ തന്നെ അദ്ദേഹത്തിന് പ്രകടനം കുറച്ച് ഡൗൺ ആണെങ്കിൽ പോലും ആ ഒരു സാഹചര്യമൊക്കെ നിന്നിരുന്ന സമയത്ത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുന്ന ഒരു കാര്യത്തിൽ ഇനിയും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇദ്ദേഹം വിട്ടുപോയേക്കാം, അല്ലെങ്കിൽ ടീം വിട്ടുപോയേക്കാം എന്ന തരത്തിലുള്ള ഒരു റൂമറൊക്കെ തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നതാണ്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് തുടരുന്ന കാര്യത്തിൽ ഒരു റീതിങ്ക് ചെയ്യുമെന്നൊരു കാര്യം. പക്ഷേ നിലവിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. വരുവാനായിട്ട് പോകുന്ന ISL സീസണിലും ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നൊരു കാര്യമാണ് നിലവിൽ നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം ഇദ്ദേഹം തന്നെയാണ് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. സോ എന്നാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം തങ്ങളുടെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണ വരുവാനായിട്ട് പോകുന്ന ISL സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതായിരിക്കും. അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് 2027 വരെ നീളുന്ന ഒരു കരാറാണ് ഉള്ളത്. സോ അതിനാൽ തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വരുവാനായിട്ട് പോകുന്ന സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം തുടരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.